CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹോൾ ഇതാ ആ കാണുന്നതാണ്. ഇവിടെ നിന്ന് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടാവില്ല, റോഡിന് അക്കരെ. അതിന് നേരെ ഇപ്പുറത്തൊരു കളിക്കളമുണ്ട്. ഇത് കാട് പിടിച്ച് അലമ്പായി കിടന്നിരുന്നൊരു സ്ഥലം ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് അടിപൊളിയാക്കി. ഇവിടെ കുറച്ച് കളിക്കാരുണ്ട്, സനോജ്, സഞ്ജയ്, വസീഫ്, ഒപ്പം ആർഷോ, വിജിൻ. എപ്പോൾ ഇറങ്ങി? പരീക്ഷണമാണോ അതോ ഒരു വോളിബോൾ കളിക്കാരനാണോ? അത്യാവശ്യം നാട്ടിൽ നിന്ന് കളിക്കാറുണ്ട്. നമ്മളൊരു കളി വോളിബോളാണ്, താല്പര്യമുള്ള ഏരിയ ആണ്. ഏതാ പൊസിഷൻ? അങ്ങനെയല്ല, ഏതും കളിക്കും, ഓൾറൗണ്ട് കളിക്കും. ഒന്നും അറിയാൻ മേലാത്തവരെല്ലാ പൊസിഷൻ. വോളിബോൾ അസോസിയേഷൻ ഭാരവാഹിയായിരുന്നു, കണ്ണൂർ അസോസിയേഷൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിലൊരു കളി ഇതാണ്. ഇവിടെ നിങ്ങൾ തട്ടിയതുള്ളൂ അതോ കളിച്ചില്ല? ഇല്ല കളിച്ചില്ല. നമ്മൾ 4-5 ഉള്ളൂ, ചുരുങ്ങി 12 പേര്. സഞ്ജയ് വോളിബോൾ പ്രിയനാണോ? പിന്നെ നാട്ടിൽ വയലുകളിലൊക്കെ കളിക്കാറുണ്ട്. നാട്ടിൽ ചെറുപ്പക്കാരോടൊക്കെ നമ്മൾ ഒരുമിച്ച് എല്ലാവരും മൈനസിലൊക്കെ നിന്ന് പോയി അറ്റാക്ക് ചെയ്ത്. എന്നാലും നമ്മളെയൊക്കെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു വീക്കെൻഡൊക്കെയാണ് കുറച്ചും കൂടി വോളിബോളിനോട് ഭയങ്കര. ഞങ്ങളൊക്കെ ഒന്നും കൂടി ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കുറച്ചും കൂടി ഞങ്ങൾ അതിലാണ് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത്. കോസ്റ്റ്യൂം എന്താ ഇവർക്കൊരു വേറെ രീതിയിലായി. പക്ഷെ നമ്മൾ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയതാ. പിടിച്ചിറക്കിയതാണ്. അപ്പോൾ രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങി അങ്ങനെ വന്ന് പെട്ടതാ. എനിക്ക് തോന്നുന്നു ഇവർ 4 കൂടെ പ്ലാൻ ചെയ്ത് വന്നാന്ന് തോന്നുന്നു. നോക്കിയേ, അവർ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങും. ഇന്നിവിടെ കളി ഇത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയത് വളരെ മനോഹരമായിട്ടുള്ള നിർമ്മാണം. ക്ഷീണിച്ച് കുറച്ച് മറ്റേ വേറെ രീതിയിൽ ഡ്രസ്സ് വരിക, സഞ്ജയിന് പാവം പിടിച്ച് മുണ്ടും ഷർട്ടും എടുത്ത് സാധാ കാണുന്ന പോലെ കാണിപ്പിക്കുക. അത് നേരത്തെ അറിയിപ്പൊക്കെ കൊടുക്കണം. അവന് മറ്റേ ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നുള്ള ആഗ്രഹമായതുകൊണ്ട് അങ്ങനെ വന്നതാ. ഏതാ പിന്നെ ഇഷ്ടപ്പെട്ട കളി അല്ലെങ്കിൽ വയലിലോ? കളികളോടൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വയലിലാണല്ലോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ നിലം റെഡിയാക്കി കളിക്കുന്നതാണ്. വലിയ കളിക്കാരനൊന്നുമല്ല, എന്നാലും കൈയൊന്നും പോയിട്ടില്ലല്ലോ? അതൊന്നും അതിനുള്ളതൊക്കെ അറിയാം. പിന്നെ അത്യാവശ്യമല്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഉടായ്പാട് ചുമ്മാ നിന്ന് തട്ടാണ്. 4 പേരെങ്കിൽ 4 പേര് 3-2 നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അടിക്കണം. പക്ഷെ അത് ടീം വലിയ ഇതല്ലേ, വലിയ കോർട്ടല്ലേ. അതിൽ നമ്മൾ വോളിബോൾ കളിക്കുമ്പോൾ ടീം വേണ്ടേ? അല്ല ഞാൻ അതിൻ്റെ ഒരു നന്നായിട്ട് ഉയർത്തല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു, പക്ഷെ ഇത്രയും മനോഹരമാണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ അപ്പുറത്തൊക്കെയാണ് നടക്കാൻ ഇറങ്ങി കഴിഞ്ഞ ദിവസമൊക്കെ. ഇവിടെ വന്ന ആളുകൾ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ ഈ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആദ്യ ദിവസമൊക്കെ പറഞ്ഞു എങ്ങനെ കിടന്ന സ്ഥലമാണെന്നറിയോ. അല്ല, ഇപ്പം നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ ക്യാമ്പയിൻ ഉണ്ട് ലഹരിക്കെതിരെ. അപ്പോൾ ഇത് ഒരു പൊതു ഇടങ്ങൾ സംരക്ഷിക്കാനുള്ള, തിരിച്ചു പിടിക്കാനുള്ള ഒരു വലിയ ഇടപെടലാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിലുള്ള ഓളം പിടിച്ചുകൊണ്ട് നിൽക്കാതെ അപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയ ഇടപെടലാണ് നടത്തിയത്. ഇങ്ങനെ ഒരു കാട് പിടിച്ച് കിടന്ന സ്ഥലം ഭയങ്കര കാണാനും നോക്കിയേ. അതെ നല്ല ഹൈജീനായി. ഞങ്ങൾക്ക് വേറൊരു ഗുണം കിട്ടി. ഈ സമ്മേളന പരിസരത്തേക്ക് ഞങ്ങൾ അടുപ്പിക്കുമല്ലോ, അപ്പോൾ ഇരിക്കാനൊരു സ്ഥലം വേണമല്ലോ. ഇതിൻ്റെ താഴെ ആയിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ 4-5 ദിവസത്തെ കേന്ദ്രം. അത് വളരെ മനോഹരമായി ഇവിടെ കിട്ടി എന്നുള്ളതാണ്. സമ്മേളനത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്നും രാവിലെ ഇറങ്ങി കളിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് നേരത്തെ ഇത് നല്ല ബനിയൻ ട്രാക്ക് സൂട്ട് അല്ല അങ്ങനെയല്ല, എന്തായാലും നടക്കാറങ്ങണമെന്നൊക്കെ വിചാരിച്ചു. സ്വാഭാവികമായിട്ടും ഡ്രസ്സ് കരുതാറുണ്ട്. രാവിലെ നടപ്പ് അത്യാവശ്യം ചില ദിവസങ്ങളിൽ, ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലൊന്നുമില്ല, ചില ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ അതോടൊപ്പം തന്നെ ഉറക്കിൻ്റെ ഒരു ആഴം പോലെ ഇരിക്കും. ചില ദിവസങ്ങളിൽ നടക്കാൻ പോകും, ചില ദിവസങ്ങളിൽ നടക്കാറില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് റൂമിൽ ലുങ്കിയുടെ കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. കൂട്ടത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാക്ക് സൂട്ട് എന്ന രീതിയിൽ കരുതുന്നതാണ്. രാഷ്ട്രീയം കഴിഞ്ഞുള്ള നമ്മുടെ ഐറ്റം എന്താ? ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കായിക വിനോദം ഫുട്ബോളാണ്. നാട്ടിൽ ഫുട്ബോളിൻ്റെ, ഞാൻ ഇവിടെ ഒരു ക്ലബ്ബിൽ നമ്മളൊരു ഫുട്ബോൾ താരമൊക്കെ ആയിരുന്നു, സ്കൂൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു ഫുട്ബോളിൽ. ക്രിക്കറ്റും നന്നായി കളിക്കും. പിന്നെ കണ്ണൂർ കൂടി ആയതുകൊണ്ട് എൻ്റെ മേഖലയിൽ വോളിബോളിനും വലിയ പ്രാധാന്യം. വോളിബോൾ കളിച്ചിട്ടുണ്ട്, പക്ഷേ വോളിബോളിൽ ഞാനൊരു ഫുട്ബോളോ ക്രിക്കറ്റോ അഗ്രഗണ്യനല്ല, അതുപോലൊരു ആവേശപൂർവ്വം കളിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കായികനല്ല. പക്ഷേ കാണാനും പരിപാടി പങ്കെടുക്കാനും ടൂർണമെൻറ്റ് നടത്താനൊക്കെ നമ്മൾ സംഘാടകരായിട്ടും കൂടി ഉണ്ടാവുമല്ലോ. നമ്മളവിടെ വോളിബോൾ ടൂർണമെൻറ്റുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്, ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാറുണ്ട്. തീർച്ചയായും കായിക മേഖലയിൽ ഏറ്റവും റിലാക്സ് ആയൊരു ടൈമാണല്ലോ. നമുക്ക് മറ്റൊന്നും ഓർമ്മയില്ല.
ഈ പന്തിന് പിറകെ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ ഇവിടുന്ന് കളിക്കുന്നുണ്ട്. വളരെ മനോഹരമായി. വസീഫൊന്നും വേർത്തതുപോലെ വേർത്തിട്ടില്ല. ഇല്ല, അത് ഓരോരോ എൻ്റെ ശരീരം കാണുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ ശരീരം എൻ്റെ ശരീരം തമ്മിലുള്ള വ്യത്യാസം തന്നെ ആ വേർപ്പ് തുള്ളികളുടെ കണക്ക് പറയും. വസീഫും നിങ്ങളൊക്കെ നല്ല ആർഷമൊക്കെ നല്ല വേർത്ത് വയ്ക്കുന്നത്. ഇവിടെ ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ബോഡി നോക്കും, ബോഡി ഫിറ്റാണ്, അതുകൊണ്ട് വേർപ്പ് കുറച്ച് വലിയ വരും. ആർഷയുടെ ഇഷ്ട കായികം അങ്ങനൊന്നുമില്ല, എല്ലാ കളികളും ഇഷ്ടമാണ്. ഇതിപ്പോ എന്തിനെ ആശ്രയിച്ച് കളിക്കും. ഇതിപ്പോ സനോജേട്ടന് വോളിബോൾ അല്ലാണ്ട് വേറൊന്നും കളിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് വോളിബോൾ കളിച്ചു എന്നുള്ളൂ. സനോജേട്ടന് വോളിബോൾ അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് മനസ്സിലായി. എനിക്ക് വോളിബോളെങ്കിലും അറിയാം. അപ്പോൾ ഈ വോളിബോളും അറിയില്ല എന്ന് ഞങ്ങൾ ഇന്ന് തെളിയിച്ച് എല്ലാ ദിവസവും. കാരണം വോളിബോൾ കളിക്കാൻ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തായാലും കോഴിക്കോടായാലും സൗകര്യമില്ല. നമ്മൾ പോകുന്ന ടർഫിലൊന്നും അതില്ല. അപ്പോൾ ഇയാൾ പറയും, നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ധൈര്യം ഉണ്ട് ഇവിടേക്ക് പോവാ, മറ്റേ ഇന്ന ഉത്സവത്തെ കാണിച്ചു തരാനൊക്കെ പറഞ്ഞ് അയാൾ വോളിബോളിന് ഇറങ്ങുന്നതാണ്. ഇപ്പോൾ വോളിബോളിൽ ഇറങ്ങി അവിടെയും പരാജയപ്പെട്ട്. അത് വെല്ലുവിളിയാ, സ്കില്ലില്ല, പിന്നെ നമ്മൾ കളിക്കാനുള്ള ടീമില്ല. ഇയാൾ വായിലാവണ്ട വോളിബോൾ അത്യാവശ്യം പറ്റി നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വോളിബോൾ പ്രധാനമായിട്ടും കേരളത്തിൽ ഈ മലയോര കുടിയേറ്റ മേഖലകൾക്കകത്താണ് വോളിബോളിന് വലിയ പ്രചാരമുള്ളത്. ഞാൻ വരുന്നത് അത്തരത്തിലൊരു പ്രദേശത്തു നിന്നാണ്. ഒരുപാട് വോളിബോൾ താരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ്, കുടിയേറ്റ മേഖലയാണ്. വോളിബോളിന് അത്ര സ്വാധീനമുള്ള നല്ല ടൂർണമെൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് വോളിബോൾ. അത്യാവശ്യം രാഷ്ട്രീയം കഴിഞ്ഞാലുള്ള ഒരു രാഷ്ട്രീയം കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരുപാട് മേഖല ഒരുപാട്. അപ്പൊ അവര് അടുത്ത ഇത് സ്പോർട്സാണ്. ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുക. നമ്മൾ തന്നെ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനിൽ ഞങ്ങൾ ലഹരിയാവാം കളിയിടങ്ങളോട് എന്നുള്ള ക്യാപ്ഷനാണ് ഞങ്ങൾ വെച്ചിരുന്നത്. സഞ്ജയ് കേട്ടോ, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നുള്ളത് കൊണ്ടാണ്, അല്ല ഞങ്ങൾ അറിയിക്കാത്തത് കൊണ്ടല്ല. രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇത്തരം തയ്യാറെടുപ്പുകളോട് കൂടി ഞാൻ വന്നിട്ടില്ല. അല്ല, ഇങ്ങനെ തയ്യാറെടുത്ത് അപ്പോൾ ഞാൻ സ്വാഭാവികമായി ഇന്നലെ ധരിച്ച ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇവർ വന്നു. അപ്പോൾ ഇവരോടൊന്ന് കളിക്കാൻ അതിനിടയിലാണ് നിങ്ങൾ വന്നത്. ആരോടും പൊളിഞ്ഞു ചില അങ്ങനെ ആലോചിച്ചുറപ്പിച്ചവരാണ് ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇട്ടൊന്നും പറയാം. ഇന്നലെ ഇട്ട് ചുളിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവർ സ്വാഭാവികമായും രാവിലെ നടക്കാനിറങ്ങുന്ന ആളുകളുണ്ട്, വോളിബോൾ കളിക്കുന്നു, ഷട്ടിൽ കളിക്കുന്നു. ഇവിടെ ഫസ്റ്റ് ഡേ PM മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത ദിവസങ്ങൾ കാലിലെന്തോ ചെറുതായിട്ട് ഉളുക്കിയത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത്. ഇവിടെ ഇങ്ങനെ അടിപൊളി സ്ഥലം. അവിടെ ഇങ്ങനെ ഇവർ രാഷ്ട്രീയ സമ്മർദ്ദം ഒരു 10:30 കഴിയുമ്പം ചർച്ച തുടങ്ങും. അതിന് മുമ്പ് ഒരു റിലാക്സേഷൻ എന്നുകൂടി പറയാം. ഒരു പക്ഷേ ഇതിൽ ചില ആളുകളൊക്കെ ഇന്ന് വരുന്ന സംസ്ഥാന കമ്മിറ്റി ലിസ്റ്റിൽ പേരുണ്ടാകാൻ സാധ്യതയുള്ളവരാണ്, അല്ലെങ്കിൽ പേരുണ്ടാകുമെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്യാം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.